വൈകിട്ട് എന്താ പരിപാടിയെന്ന് മുൻപ് ഒരു മദ്യ ബ്രാൻഡിന്റെ പരസ്യത്തിൽ വേഷമിട്ട് നമ്മുടെ പ്രിയ നടൻ മോഹൻലാൽ ഈ വാചകം ചോദിച്ചപ്പോൾ കേരളത്തിലൊരു വിഭാഗം ഇളകി മറിഞ്ഞു. ലാലേട്ടൻ യുവാക്കളെ വഴിതെറ്റിക്കുകയാണെന്നും മദ്യാസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്ന് നേരിട്ട പ്രധാന വിമർശനം. എന്തായാലും അതിനുശേഷം പിന്നെ മോഹൻലാൽ അത്തരം പരസ്യങ്ങളിലൊന്നും തല കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബോളിവുഡിലേക്ക് കടന്നാൽ താരരാജാക്കന്മാരുടെ മദ്യ മത്സരത്തിനാണ് വിപണി കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാകും. മുംബൈ ബിസിനസ് മാധ്യമങ്ങൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ഷാരൂഖ് ഖാനും സഞ്ജയ് ദത്തും അടക്കമുള്ള പ്രമുഖ നടന്മാർക്ക് സ്വന്തമായി മദ്യനിർമ്മാണ കമ്പനികളുണ്ട്. ഷാരൂഖ് ഖാനും സഞ്ജയ് ദത്തും തങ്ങളുടെ മദ്യ ബ്രാൻഡുകളെ മറച്ചുവെക്കാറില്ല എന്ന് മാത്രമല്ല, അത് വളരെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാറുമുണ്ട്. സഞ്ജയുടെ പാവങ്ങളുടെ വിസ്കി വളരെ പ്രശസ്തമാണ്. ദ ഗ്ലെൻവോക്ക് എന്ന പ്രീമിയം സ്കോച്ച് വിസ്കിയാണ് സഞ്ജയ് ദത്ത് പുറത്തിറക്കിയത്. കാർട്ടൽ ആൻഡ് ബ്രോസ് ആണ് ഈ ബ്രാൻഡിനെ വിപണികളിൽ എത്തിച്ചതെങ്കിലും സഞ്ജയ് ദത്തിന്റെ മദ്യ ബ്രാൻഡായാണ് ഗ്ലെൻവോക്ക് അറിയപ്പെടുന്നത്. 1500 മുതൽ 1600 നിരക്കിൽ ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചുള്ള വിൽപ്പന തന്ത്രമാണ് ഗ്ലെൻവോക്കിന്റെ വിജയരഹസ്യം. പാവങ്ങളുടെ വിസ്കി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ ഷാരൂഖിന്റേത് പ്രീമിയം സ്കോച്ച് ആണ്. സിനിമയ്ക്ക് പുറമെ ഒരുപാട് വ്യവസായങ്ങളുള്ള നടനാണ് ഷാരൂഖ് ഖാൻ. സ്പോർട്സ് ലീഗ് മുതൽ സിനിമാ നിർമ്മാണവും മദ്യക്കമ്പനിയും ഉണ്ട് ഇദ്ദേഹത്തിന്. ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ ഉടമസ്ഥതയിലുള്ള സ്കോച്ച് വിസ്കി ബ്രാൻഡായ ഡിയാവോൾ വളരെ പെട്ടെന്നാണ് പേരെടുത്തത്. ഇപ്പോഴിതാ ന്യൂയോർക്ക് വേൾഡ് സ്പിരിറ്റ് മത്സരത്തിൽ ബെസ്റ്റ് ഓവറോൾ സ്കോച്ച്, ബെസ്റ്റ് ഓഫ് ക്ലാസ് അവാർഡുകൾ ഈ ബ്രാൻഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 2023 ഷാരൂഖ് ഖാനും മകനും ചേർന്ന് പ്രീമിയം വിസ്കി ബ്രാൻഡ് തുടങ്ങിയത്. ഡിയോവോൾ പ്രധാനമായും വോഡ്കയും വിസ്കിയുമാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. സഞ്ജയ് ദത്തിന്റെ ലോക്കലുകൾക്ക് വേണ്ടി താരതമ്യേന ചീപ്പ് റേറ്റിലുള്ള മദ്യമാണെങ്കിൽ ഷാരൂഖിന്റേത് വില കൂടിയതാണ്. 3900 ആണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഉയർന്ന വരുമാന ശേഷിയുള്ള ഉപഭോക്താക്കളെയാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്.